ഇന്ന് ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഡോക്ടർ ലൈഫിൽ അല്ലെങ്കിൽ ഡോക്ടർ ഈ പ്രാക്ടീസിൻ്റെ ഇടയിൽ ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു അനുഭവം എന്തായിരുന്നു ഇൻഫെർട്ടിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഇൻഫെർട്ടിലിറ്റി പലപ്പോഴും എന്താ വെച്ചാൽ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രഷറും കൂടെ അവിടെ ഉണ്ട്. ചിലപ്പോൾ കപ്പിൾസ് അതിന് പ്രിപ്പയർഡ് ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ കുട്ടികൾ വേണമെന്ന് അവർ ചിലപ്പോൾ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പഠിത്തം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നുകൂടി ലൈഫിൽ സെറ്റിൽഡ് ആയിട്ട് ഒരു 30s മതി എന്ന് വെച്ചിട്ടുണ്ടാവും. പക്ഷെ മാരേജ് കഴിഞ്ഞ് ഒരു 4 months ആകുമ്പോഴേക്കും തന്നെ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പ്രഷറുണ്ട്. അത് കാരണം കുട്ടി എങ്ങനെയെങ്കിലും ആവണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ പല കപ്പിൾസും പ്രിപ്പയർഡ് അല്ലാതെ തന്നെ അങ്ങനെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അതല്ല 10 വർഷം 20 വർഷമായിട്ട് ഒരുപാട് വട്ടം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഫെയിലിയറായിട്ട് സ്വന്തം ഇതിലൊരു കുട്ടി ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ വരുന്ന ഒരുപാട് കപ്പിൾസും ഉണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ IVF ചെയ്താലും അവരുടെ അതേ സ്പേമിൽ തന്നെ കുട്ടി ഉണ്ടാക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അങ്ങനത്തെ ഒരു കേസാണ് ഈ അസൂസ്പേമിയ എന്ന് പറയും. അതായത് സ്പേമിൻ്റെ കൗണ്ട് കുറവല്ല, സ്പേം ഇല്ല, സ്പേമേ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ചില സമയങ്ങളിൽ ടെസ്റ്റിസിലിരുന്ന് ടെസ എന്നുള്ളൊരു പ്രോസസ്സ് സ്പേം എക്സ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിലൊന്നോ രണ്ടോ ഉണ്ടെങ്കിൽ അത് ചലനം വെച്ചിട്ട് എങ്ങനെയെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ അതുപോലും ഇല്ലാത്ത, അതായത് പ്രൈമറി ടെസ്റ്റിക്കുലർ ഫെയിലിയർ എന്ന് വെച്ചാൽ ഇവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ആണെന്നുള്ളതിൻ്റെ ഒരു കുറവ് അങ്ങനെയൊന്നുമല്ല. പക്ഷേ ടെസ്റ്റിസിൽ നിന്നും സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നോർമലി മാത്രമല്ല IVF ആയിട്ടും അത് പറ്റില്ല. പിന്നെ ഒരു സ്പേം ഡോണർ വേറെ ആരുടെയും കയ്യിൽ നിന്ന് സ്പേം വാങ്ങിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റ് വഴി കുട്ടി ഉണ്ടാക്കാം. പക്ഷെ പല കപ്പിൾസും അതിനോടൊരു യോജിപ്പ് ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ ഒരു സ്വന്തം കുട്ടി എന്നുള്ളൊരു നിലയ്ക്കല്ല, ഒരു അഡോപ്റ്റഡ് ചൈൽഡ് എന്നുള്ളൊരു ഇതിലായിരിക്കും. അപ്പോൾ അത് പല ആളുകൾക്കും വേരിയസ് കൺസേൺസ് ആണ്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് അത് ഒട്ടും പറ്റില്ല എന്ന് പറയും. അസൂസ്പേമിയ എല്ലാ കൗണ്ടില്ലാത്ത കേസ് ഇങ്ങനെയെന്നല്ല പറയുന്നത്, ഫൈനൽ സ്റ്റേജിൽ അത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒന്നാണ്. കാരണം ഇല്ല, അതിനൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് അതൊരു നമുക്ക് 5% ഒക്കെ പറയാം. അപ്പം അങ്ങനെ 1-2 കേസസ് കണ്ടതിലാണ് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടായിട്ടുള്ളത്. കാരണം IVF അതിനൊരു നിവൃത്തിയില്ല. നമ്മുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ എവിടെ ട്രീറ്റ്മെന്റ് എടുത്താലും അവിടെ ഇല്ല, സ്പേം ഇല്ല. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ സങ്കടത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയി കിട്ടിയ ഒരു മൊമെന്റ് ഉണ്ടാവുകയോ അങ്ങനെ എന്തായിരുന്നു ഉണ്ടായിരുന്നില്ല? അങ്ങനെ ഒരു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ഒരു കപ്പിള് അവര് മാരേജ് കഴിഞ്ഞിട്ട് 20 years ആയി. അവരുടെ ഏജ് 44 ആണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ 44 ഏജ് എന്ന് പറയുമ്പോൾ റിസ്ക് ഉള്ളതാണ്. അപ്പോൾ അവരുടെ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം കൺസീവ് ആയിട്ടും അബോർട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. കാരണം ഇവർ കോൺസാങ്ഗ്യുനസ് മാരേജ് ആയിരുന്നു. അതായത് സ്വന്തം ബ്ലഡ് തന്നെ മാരേജ് ചെയ്തതാണ്, റിലേറ്റീവിൻ്റെ തന്നെ മാരേജ്. അപ്പോൾ ഇവർ കൺസീവ് ആകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എന്താ പറയുക, ഒരു 12-13 പ്രാവശ്യം അബോർഷൻ ചെയ്യാൻ കാരണം വെച്ചാൽ ഓരോ പ്രാവശ്യം കൺസീവ് ആകുമ്പോൾ സിംഗിൾ ജീൻ ഡിസോർഡർ എന്ന് പറയും, വികൃതമായിട്ടുള്ള കുട്ടിയാണ് ഉണ്ടാവുന്നത്. സോ അത് ഡോക്ടേഴ്സ് തന്നെ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ മേലെ കോൺടാക്ട്ലി ആവരുത്, അതാവുമ്പോൾ ശ്രദ്ധിക്കണം, കുട്ടി നിങ്ങൾ കൺസീവ്, നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് നിർത്തിയൊരു ഇതായിരുന്നു. പക്ഷെ അവർ നമ്മുടെ അടുത്ത് വന്ന് പ്രോപ്പർലി ടെസ്റ്റ് ചെയ്ത് അവർ ലാസ്റ്റ് ജനുവരിയിൽ ഒരു ഗേൾ ബേബി അറ്റ് ദ ഏജ് ഓഫ് 44 വയസ്സിൽ അവർ ഒരു കുട്ടിക്ക് ജന്മം നൽകാനായി. അത് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. കാരണം 20 വർഷത്തെ ഒരു കാത്തിരിപ്പ് അവർക്ക് ആരും എല്ലാവിടെയും പോയി, കുറേ അവിടെ പോയി, കുറേ കഴിഞ്ഞ ഈവൻ അവർക്ക് പോസിറ്റീവ് വന്നപ്പോഴും ഇതെല്ലാം സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് ഡൗട്ടാണ്, എവിടുന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തേ എന്താന്നുള്ളത് ഡൗട്ടാണ്. ഇങ്ങനെ വരാനേ ചാൻസ് ഇല്ല, മെഡിക്കൽ മിറാക്കിൾ എന്നൊക്കെ പറയാമല്ലോ, അതുപോലെ. അത് ഏറ്റവും സന്തോഷമായിട്ടുള്ള അവരുടെ ഇങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ് ആ കുട്ടിയുടെ ഇതൊക്കെ അവരിങ്ങനെ ഫോട്ടോ എടുത്ത് അയക്കും നമുക്ക്. ഡോക്ടർ ചെയ്ത കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, ഇതാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ, വന്ധ്യത എന്നൊരു പ്രശ്നം എന്തുകൊണ്ടാണ് ശരിക്കും വരുന്നത്? ആക്ച്വലി ഇത് പണ്ടത്തെ കാലത്ത് ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് വളരെ റെയർ ആയിരുന്നു, കുട്ടികളില്ലാത്ത അവസ്ഥ എന്നുള്ളത്. ഈ കാലത്തിൽ മെയിനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലും, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. അപ്പോൾ ഇതെല്ലാം തന്നെ സാരമായിട്ട് നമ്മുടെ ഹോർമോണും കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ, പണ്ടിപ്പോൾ ലേഡീസ് ഇപ്പോൾ വീട്ടിൽ മാത്രം ഒതുങ്ങുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൗസ് ഹോൾഡ് വർക്കും, അതായത് വീട്ടുജോലികളും അതിൻ്റെ കൂടെ തന്നെ വേറെ ജോബും ചെയ്യുന്നുണ്ട്. സ്ട്രെസ് ലെവൽ വളരെ കൂടുതലാണ് ലേഡീസെ സംബന്ധിച്ചിടത്തോളം. സ്ട്രെസ് ലെവൽ കൂടും. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോർട്ടിസോൾ കൂടും, മറ്റ് എന്താ പറയുക നമ്മുടെ എസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, സ്ത്രീ ഹോർമോണിൻ്റെ ഒക്കെ ഒരു ഇംബാലൻസ് വരുന്നുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം, കാരണം ഫാസ്റ്റ് ഫുഡ് അധികം കഴിക്കുന്നുണ്ട്. PCOD ഒരു മെയിൻ പ്രശ്നമാണ്. കാരണം ഇൻഫെർട്ടിലിറ്റിയിലെ ഒരു 70% ഒരു മേജർ കോസ് എന്ന് പറയുന്നത് PCOD ആണ്.
അപ്പോൾ ഇത് ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡ് സ്റ്റൈലിൻ്റെ ഒരു പ്രശ്നം തന്നെ. പിന്നെ അധികം നടത്തമില്ല. പണ്ട് നമ്മൾ വീട്ടു ജോലികൾ അധികം ചെയ്തിരുന്നു, നടത്തമാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്റ്റീവ് മൂവ്മെന്റിലായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. എല്ലാവരും ഇപ്പോൾ ഒരു ഓഫീസ് വർക്ക് ജോബാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ടുള്ള ജോലിയായിരിക്കും. ഇനി അടുക്കളയിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും മെഷീൻസ് എക്യുപ്മെന്റ്സും വന്നതുകൊണ്ട് നിന്നുകൊണ്ട് ഒരേ സ്ഥലത്തിൽ നിന്നുകൊണ്ടാണ് കൂടുതൽ, ഒരു മൂവ്മെന്റ് ഇല്ല. അത് തന്നെയാണ് റീസൺ. അത് ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ഈ പെൽവിക് ഓർഗൻസ് ഒക്കെ നമ്മുടെ യൂട്രസിലോട്ടും അതേപോലെ ഓവറീസിലോട്ടും പോകുന്ന ബ്ലഡ് സർക്കുലേഷൻ ഒന്നും പ്രോപ്പർ ആവില്ല. ഇതാണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം. മെൻസും ഇത് തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് തന്നെയാണ് മെയിൻ റീസൺ ആയിട്ട് വരുന്നത്. വാക്കിംഗ് ഇല്ല, എക്സസൈസ് ഇല്ല, ഭക്ഷണത്തിൻ്റെ ആ ഒരു ഇൻടേക്ക് പ്രോപ്പർ അല്ല, ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം എടുക്കുന്നത്, ഇതെല്ലാം തന്നെ അവരുടെ ഹോർമോൺസിനെയും അതേപോലെ സ്പേം പ്രൊഡക്ഷനെയും അതിൻ്റെ ക്വാളിറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പലരും നൈറ്റ് ഷിഫ്റ്റ്സ് എടുക്കുന്നവരാണ്. ഈ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സ്പേമിൻ്റെ മോട്ടിലിറ്റി, ആ പ്രൊഡക്ഷൻ എന്താ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് കേസിൽ IT പ്രൊഫഷണൽസ് ഉണ്ട്. ഈ ഷിഫ്റ്റ് എടുക്കുന്നത് നോർമൽ സൈക്കിളിൽ നിന്ന് മാറിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ വർക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറി. പണ്ട് ഇങ്ങനെ ഒരു വൈറ്റ് കോളർ ജോബ് മാത്രം ആയിരുന്നില്ല. അപ്പൊ ഒരു വീട്ടില് 10 കുട്ടികളും 12 കുട്ടികളും ഒക്കെ ഇയർലി ഡെലിവറി ആകുന്ന ടൈമായിരുന്നു. ഇപ്പൊ ആ ഒരു കുട്ടിക്ക് നമ്മൾ 10 years 20 15 years വെയിറ്റ് ചെയ്താലും അത്രയും പ്രഷർ കൊടുക്കാൻ വരുന്നുള്ള റീസൺ ആ ഒരു മാറ്റം തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മേജർ ആ ഒരു മാറ്റം തന്നെയാണ്.